സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുമ്പോൾ ഇപ്പോൾ ചർച്ചയാകുന്നത് കേന്ദ്രത്തിൽ നിന്നും ഗവർണർക്കൊരുക്കിയിട്ടുള്ള ഇസഡ്+ കാറ്റഗറി സുരക്ഷയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇസഡ്+ സുരക്ഷ ഒരുക്കിയതിൽ കേരള സർക്കാർ ഉന്നയിച്ച പ്രധാന പ്രശ്നമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമോ സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടോ ആകണം കേന്ദ്രസേനയെ വിന്യസിക്കേണ്ടത് എന്നത്. കേന്ദ്രത്തിന്റെ പെട്ടെന്നുണ്ടായ ഈ തീരുമാനത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പുകളും ഉന്നയിച്ചിരുന്നു. ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് കേരള സർക്കാർ ഉയർത്തിയത്. എന്നാൽ ഇപ്പോഴിതാ ഗവർണർക്ക് നൽകിയ ഇസഡ്+ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൈമാറിയിരിക്കുകയാണ്. ഇസഡ്+ സുരക്ഷ ഗവർണർക്ക് ഒരുക്കുമെന്ന് മാത്രമാണ് ഉത്തരവിലുള്ളത്. ഇസഡ്+ സുരക്ഷയുമായി ബന്ധപ്പെട്ട് CRPF-നെ ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കുന്നു എന്നതിൽ അപ്പുറത്തേക്കൊന്നും ഉത്തരവിലില്ല. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുമില്ല. SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ഗവർണർക്കും രാജ്ഭവനും CRPF കമാൻഡോകളുടെ ഇസഡ്+ സുരക്ഷ നൽകാനുള്ള തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അക്കാര്യം ഉത്തരവിൽ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ചുണ്ടായ SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഏകദേശം 1.5 മണിക്കൂറോളമാണ് ഗവർണർ റോഡിലിറങ്ങിയിരിക്കേണ്ടി വന്നത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് ഗവർണർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ജീവന് ഭീഷണി നേരിടുന്നവർക്കാണ് ഇസഡ്+ സുരക്ഷ കൂടുതലായി നൽകുക. സുരക്ഷയുടെ ഭാഗമായി സുരക്ഷ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. യാത്രകൾ ചെയ്യുന്നതിന് മുൻപ് യാത്രാ സംബന്ധമായ മുഴുവൻ വിവരങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കണം. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മഹിളാ ബറ്റാലിയനും കോബ്രയും VIP സെക്യൂരിറ്റി യൂണിറ്റുമാണ് CRPF-ന് കീഴിലെ പ്രത്യേക വിഭാഗങ്ങൾ. G20 ഉച്ചകോടിക്കെത്തിയ ലോക നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കിയതും ഇവരാണ്. കമാൻഡോകൾ സായുധ പരിശീലനവും ആയോധന കലകളിൽ വിദഗ്ധ പരിശീലനം നേടിയവരുമാണ്. അതായത് ഇനി ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി എത്തുന്ന SFI കുട്ടി സഖാക്കൾക്ക് നക്ഷത്രം എണ്ണേണ്ടി വരുമെന്ന് സാരം. എത്ര വലിയ സുരക്ഷ ഒരുക്കിയാലും SFI ഗവർണർക്കെതിരെ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളും നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രഖ്യാപനം. എന്നാൽ ഇനി പഴയതുപോലെ അങ്ങനെ അങ്ങ് കയറി ഗവർണറോട് മുട്ടാൻ നിൽക്കാൻ SFI-ക്കാർ പോയതുപോലെ ആകില്ല തിരിച്ചു വരുന്നത് എന്ന് ഗോവിന്ദന് മനസ്സിലാകാത്തതാണോ അതോ CRPF എന്നാൽ മുഖ്യൻ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന കേരള പോലീസിനെ പോലെയാണെന്ന് കരുതിയാണോ ഗോവിന്ദൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് പിടികിട്ടാത്തത്. എന്തൊക്കെയായാലും മുഖ്യനും മുഖ്യന്റെ അണികൾക്കുമെതിരെ വച്ചകാൽ പുറകോട്ടെടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.